അമേരിക്ക ഇറാൻ കരാർ ട്രംപിനെതിരെ തിരിഞ്ഞ് നെതന്യാഹു രാജിക്ക് വഴിയൊരുങ്ങുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനുമായി ഒപ്പുവെക്കാനൊരുങ്ങുന്ന പുതിയ നയതന്ത്ര കരാർ ഇസ്രായേലിന് വൻ ദുരന്തമാകുമെന്ന് പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു വിലയിരുത്തുന്നതായി പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ അൽ മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ കരാർ യാഥാർത്ഥ്യമായാൽ നിലവിൽ അഴിമതിക്കേസുകളിൽ വിചാരണ നേരിടുന്ന നെതന്യാഹുവിന് തന്റെ പ്രധാനമന്ത്രി പദം തന്നെ രാജിവെക്കേണ്ടി വന്നേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്ക് പൂർണ്ണമായും ഡൊണാൾഡ് ട്രംപിനെയാണ് നെതന്യാഹു കുറ്റപ്പെടുത്തുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി തികച്ചും നിസ്സഹായൻ. നെതന്യാഹുവുമായി അടുത്ത വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ മോണിറ്റർ റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാന വിവരങ്ങൾ ഇവയാണ്. കൈകൾ കെട്ടപ്പെട്ട അവസ്ഥയിൽ. ഇത്തവണ പ്രധാനമന്ത്രിയുടെ കൈകൾ പൂർണ്ണമായും കെട്ടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തികച്ചും നിസ്സഹായനാണ്. ഇറാനുമായി യുഎസ് ഇങ്ങനെയൊരു ദുരന്ത കരാർ ഒപ്പുവെച്ചാൽ പോലും അതിനെതിരെ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയില്ലെന്ന് നെതന്യാഹുവിന് ബോധ്യമുണ്ട്. ഒബാമ ബൈഡൻ കാലഘട്ടങ്ങളെ മിസ് ചെയ്യുന്നു. മുൻപ് കടുത്ത വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന ജോ ബൈഡന്റെയും ബരാക്ക് ഒബാമയുടെയും ഭരണകാലഘട്ടമാണ് ഇപ്പോൾ ഇതിലും എത്രയോ ഭേദമെന്ന് നെതന്യാഹു ചിന്തിക്കുന്നു. നിലവിൽ ട്രംപിന്റെ തീരുമാനങ്ങളെ പരസ്യമായി അഭിനന്ദിക്കുകയല്ലാതെ നെതന്യാഹുവിന് മറ്റു വഴികളൊന്നുമില്ല. രാഷ്ട്രീയ ഭാവിയും അഴിമതിക്കേസുകളും പ്രതിസന്ധിയിൽ. യുഎസ് ഇറാൻ കരാർ നെതന്യാഹുവിന്റെ രാഷ്ട്രീയ ഭാവിയെ രണ്ട് പ്രധാന രീതികളിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വരാനിരിക്കുന്ന ഇസ്രായേൽ പൊതുതിരഞ്ഞെടുപ്പിൽ നെതന്യാഹു വീണ്ടും മത്സരിക്കുന്നതിന് ഈ പുതിയ നീക്കം സാരമായി ബാധിക്കും. കോടതി കേസുകളിലെ ഒത്തുതീർപ്പ്, തനിക്കെതിരെയുള്ള കടുത്ത അഴിമതിക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കോടതിക്ക് പുറത്തുള്ള ഒത്തുതീർപ്പ് കരാറിലേക്ക് നീങ്ങാൻ നെതന്യാഹു ഈ സാഹചര്യത്തിൽ നിർബന്ധിതനായേക്കും. ട്രംപിന്റെ തീവ്ര സുഹൃത്തായി സ്വയം അടയാളപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന നെതന്യാഹുവിന് അമേരിക്കയുടെ പുതിയ ഇറാൻ നയം ആഭ്യന്തരമായും അന്താരാഷ്ട്രതലത്തിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾക്കായി ഈ പേജ് ഫോളോ ചെയ്യൂ.